സീസൺ ആയി ട്രിപ്പ് കൊണ്ടേ നീ ഏത് സ്ഥലത്ത് പോകും? വെറൈറ്റി ആയിട്ടൊരു സ്ഥലം പറ. അളിയൻ പറയും സ്ഥലമൊക്കെ പറയാ. വാഗമൺ, മൂന്നാറ്, പിന്നെ വട്ടവട. വട്ടവടയിലാവുമ്പോൾ നല്ല സൈസ് വട്ടത്തിലുള്ള വടയും കിട്ടും. അത് ജാമിന് നോക്കി കഴിച്ചോണ്ടല്ലേ. അതെന്റെ ഫ്രണ്ടിന്റെ കട സെൽവു വടയും ജാമോ? വാഗമണ് ഞാൻ 22 തവണ പോയി. ബോളാർക്കാവുന്ന കളഞ്ഞിട്ട് 22 തവണ ചുമ്മാ വീട്ടിൽ പോടാ. നിങ്ങൾക്ക് ഇനി തണുപ്പൊന്നും പറ്റത്തില്ലെങ്കിൽ നല്ലൊരു സ്ഥലമുണ്ട്, ധനുഷ്കോടി. ധനുഷ്കോടിലെ ചൂട് നിനക്ക് അറിയോ? എനിക്ക് ആ ചൂട് പറ്റത്തില്ല. ചുട്ടു പൊള്ളി പോയി. ഞാൻ ആ ചൂടാണ് എനിക്ക് കുഴപ്പമില്ല. തണുപ്പിനെ പറ്റൂല. ഒരുത്തനാണ് തണുപ്പ് വരില്ല, ഒരുത്തനാണ് ചൂട് വരില്ല, ഒരുത്തനാണ് എല്ലായിടത്തും പോയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു സ്ഥലം പറയും, നിങ്ങൾ അവിടെ പൊക്കോളണം. ഇത് കണ്ടിട്ട് കൊതിയാവുന്ന എനിക്ക്. ഏത്? അല്ല, നിങ്ങൾക്ക് ബോറടിക്കുമ്പോ തീറ്റില്ലാതെ വേറെ ഒന്നും അറിഞ്ഞൂടെ എണ്ണ? അളിയ തിന്നുന്ന അത്ര എന്റർടൈൻമെന്റ് വേറെ ഒന്നിനും കിട്ടൂല. എനിക്ക് പ്രാന്ത. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? ഭക്ഷണ കാര്യത്തിൽ ഒരു മെജീഷ്യൻ ആണല്ലേ. തീറ്റിക്ക് അങ്ങനെ നേരവും കാലം വല്ല ഉണ്ടാ? ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവരായിട്ടങ്ങ് തീർത്തു. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലത്തിന്റെ മകളെ. ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നു. നീയൊക്കെ കണ്ണൂച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റണ്ടേ? എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിയിട്ടാവും. ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം. ശരിയാ, അങ്ങനെയാണ് ഇതെല്ലാം കൂടെ പൊതിഞ്ഞിട്ടാ ഞങ്ങൾ വീട്ടിൽ കൊണ്ടു ചെന്നോളാം അല്ലേ? അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. എന്തേ മതിയാക്കിയോ? ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ. അത് കണ്ടപ്പോഴേ തോന്നി ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന കുട്ടി. ആകെ 1/2 ഇഞ്ചിന്റെ കുഴലാണ് ഈ ദഹനത്തിന്റെ പണികൾക്കെല്ലാമായിട്ട് ഉള്ളിൽ വെച്ച് തന്നിട്ടുള്ളത്. 30 ഇഞ്ചിന്റെ കുഴലുണ്ടെങ്കിൽ പോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത തീറ്റയാണ് ഓരോരുത്തരും തിന്നണത്. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വീഴുന്നത്.